പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഒരടിയൊക്കെ കൊടുത്തിട്ട് ഇനി നമ്മുടെ ഒരു ബ്രാഞ്ചിലും നീ കയറി പോകരുത്, വേറെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്തോ, ഒരു കള്ളനെ കമ്പനിക്ക് വേണ്ടാന്ന് പറയാണ്. ആ സമയത്ത് ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അച്ഛാ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും നമ്മുടെ ജ്വല്ലറിയിലാണ് ജോലി ചെയ്യുന്നതെന്ന്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് കുടുംബത്തിലുള്ളവർ ഇവൻ കുടുംബത്തിന് പുറത്താണെന്ന് പറയാണ്. ഈ വീട്ടിൽ എൻ്റെ ചിട്ടകളും നിയമങ്ങളും അനുസരിക്കാതെ പോകുന്നവന്മാരൊക്കെ കുടുംബത്തിന് പുറത്താണെന്ന് ഞാൻ പറഞ്ഞതെന്ന് പറയും മുത്തശ്ശൻ. അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ട്, അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ജോലി അന്വേഷിച്ച് പോയാൽ ഈ വീടിന് തന്നെയല്ലേ അതിൻ്റെ നാണക്കേട്. അനന്തപുരിയിലെ മൂർത്തിയുടെ കൊച്ചുമോൻ ജോലിക്ക് വേണ്ടി തെണ്ടി തിരിയാണെന്ന് നാട്ടുകാർ പറയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശനാണെങ്കിലും ജലജയനോട് പറയുന്നുണ്ടായിരുന്നു, നാട്ടുകാരോട് പോയി പണി നോക്കാൻ പറയടി, നാട്ടുകാരുടെ മുന്നിൽ തല താഴ്ത്തേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാണ് പല കാര്യങ്ങളും മൂടി വെക്കുന്നത്. എന്ത് നാട്, എന്ത് ബന്ധുക്കൾ, അവരൊക്കെയാണ് ഇവനെ വളർത്തി ഈ നിലയിലാക്കിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അത് മുത്തശ്ശൻ ഞാൻ ഇവിടെ വന്നതുകൊണ്ടും എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ ഭാഗ്യക്കേട് കൊണ്ടും ആണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് എല്ലാവരും പറയാൻ സാധ്യത എന്ന്. അപ്പോൾ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, അവന് കിട്ടേണ്ട ശിക്ഷ അവന് കിട്ടിക്കഴിഞ്ഞു, ഇനി അവൻ ഇവിടെ പഴിച്ചു പോട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇയാൾ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ എനിക്ക് അതിനെ എതിർക്കാൻ പറ്റില്ല എന്ന്. പിന്നീട് അഭിനോട് പറയുന്നുണ്ട്, നിന്റെ മുത്തശ്ശി പറഞ്ഞുകൊണ്ട് മാത്രം നീ ഇവിടെ തുടർന്നോ എന്ന് പറയാണ്. പക്ഷേ നിനക്കിന് ഷെയറും ഇല്ല, നമ്മുടെ ട്രസ്റ്റിലെ അംഗവും അല്ല, വെറും 50,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരാളാണെന്ന് പറയണം, മറ്റുള്ള സ്റ്റാഫിനെ പോലെ മനസ്സിലായോ നിനക്കെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അബിക്കാണെങ്കിലും ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ആ സമയത്ത് അബി മനസ്സിലായി എന്നിങ്ങനെ പറയുന്നുണ്ട് ദേഷ്യത്തോടു കൂടി. പിന്നീട് നവ്യനോട് പറയുന്നുണ്ട്, ഭർത്താവിനെ നേർവഴിക്ക് നയിക്കുന്നത് അവരുടെ ഭാര്യമാരാണ്, ഇവൻ ഒരു തല്ലിപ്പൊളിയാണ്, അത് മനസ്സിലാക്കി ഇവനെ നന്നാക്കി എടുത്താൽ നിനക്ക് കൊള്ളാം മോളെ. പിന്നീട് മുത്തശ്ശനാണെങ്കിൽ ആദർശിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് വേദനിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശില്ല മുത്തശ്ശ, ഞാൻ തെറ്റ് ചെയ്യുന്ന ആളൊന്നുമല്ല, പക്ഷേ എനിക്ക് ഇവിടെ ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുകയാണ്. അപ്പോൾ ഇനി ഈ തെറ്റ് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കും അവൻ്റെ സ്ഥിതി തന്നെ ആയിരിക്കും എന്ന് അഭിനെ ചൂണ്ടിക്കാണിച്ച് പറയുന്നുണ്ട്. പിന്നീട് നയനയോടാണെങ്കിലും ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, മോളോടുള്ള സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ, അപ്പോൾ മോൾ എന്നും ഇങ്ങനെ തന്നെ വേണം, ആരുടെ ഭാഗത്താണോ ന്യായമുള്ളത് അവരുടെ കൂടെ നിൽക്കണം, അത് ആരുടെ മുന്നിൽ ഉച്ചത്തിൽ വിളിച്ച് പറയണം എന്ന് പറയുന്നുണ്ട്. പിന്നീടാണെങ്കിലും ഇങ്ങനെ മോളുടെ ചേച്ചിനേക്കാളും 2 വയസ്സ് ഇളയതാണ് നയനമോള്, പക്ഷേ ഈ വീടിൻ്റെ മൂത്ത മരുമോളാകേണ്ടത് മോള് തന്നെയാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് നവ്യനോടാണെങ്കിലും ഇങ്ങനെ അനിയത്തിനെ കണ്ട് പഠിക്കാൻ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ജലജയനോടും പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അബീനോട് പറയുന്നുണ്ട്, ഇനി നിനക്കിപ്പോൾ കിട്ടുന്ന 50,000 നീ കുറയ്ക്കാനുള്ള ഇട വരുത്തരുത് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടുന്ന് പോവുകയാണ്. ആ സമയത്ത് ജലജ അങ്ങനെ മുന്നോട്ട് വന്നിട്ട് ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ മോനെ MD സ്ഥാനം കിട്ടിയപ്പോൾ നീ അവനെ സഹായിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്, ഇതുപോലെ ദ്രോഹിക്കുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ ദേവേനെ ചോദിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ മോനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചതും പോരാ എന്നിട്ടിപ്പോൾ അവനെ കുറ്റപ്പെടുത്തുന്നോ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ എല്ലാവരെയും പൊട്ടന്മാരാക്കാം, പക്ഷേ നമ്മുടെ മുത്തശ്ശനെ ഒരിക്കലും പൊട്ടനാക്കാൻ പറ്റില്ല, അത് നീയും അപ്പച്ചിയൊക്കെ ഓർത്താൻ നന്നു എന്ന് ആദർശ് പറയുന്നുണ്ട്. പിന്നീട് ദേവേനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അർഹിക്കുന്നതേ ആഗ്രഹിക്കാൻ പാടുള്ളൂ, അപ്പോൾ ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ നീ വീടിൻ്റെ പുറത്താണെന്ന് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അബിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്. അബിയാണെങ്കിലും ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നവ്യനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ജലജയാണെങ്കിലും അത് പറയുന്ന സമയത്ത് ജലജയ്ക്കും ഭയങ്കര ദേഷ്യമുണ്ട്. അതിനുശേഷം പിന്നീട് ഇങ്ങനെ ആദർശാണെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് നയന കയറി വരുമ്പോൾ, ഓ വന്നല്ലോ, ധീരപ്രവൃത്തിയൊക്കെ ചെയ്ത് എല്ലാം തുറന്ന് പറഞ്ഞ് വന്ന് നിൽക്കല്ലേ എന്നൊക്കെ, അതുകൊണ്ട് നിന്നെ ഞാൻ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നു നീ വിചാരിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവ് എന്നെ ഒരിക്കലും അങ്ങനെ കൊണ്ട് നടക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ഞാനത് പറഞ്ഞിട്ടില്ലെങ്കിലും മുത്തശ്ശന് എല്ലാ കാര്യങ്ങളും അറിയാം, ഈ വീട്ടിൽ നമ്മളെക്കാളും ബുദ്ധിയുള്ളത് മുത്തശ്ശനാണ്, അതുകൊണ്ടാണ് രാവിലെ തന്നെ മാനേജർമാരോട് വരാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. പിന്നീട് നയനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, മുത്തശ്ശി അത് പറഞ്ഞ സമയത്ത് മുത്തശ്ശിനെ എതിർത്തൊന്നും പറയാതെ ഇങ്ങനെ സമ്മതിച്ചില്ലേ, അപ്പോൾ അത് അവർ തമ്മിലുള്ള ഒരു ഐക്യമാണ്, അവർക്ക് ഇത്രയും വയസ്സായെങ്കിലും അവർ നല്ല ഐക്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ചില മുരടന്മാരുണ്ട് ഇങ്ങനെ ഒന്നും മനസ്സിലാക്കാത്തതെന്ന് പറയുമ്പോൾ, അത് നീ എന്നെ ഉദ്ദേശിച്ചാണോ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അത് നിങ്ങളുടെ സ്വഭാവം അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതുകൊണ്ടാണ് നിങ്ങളെയാണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് തോന്നിയത് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വായിൽ എന്തൊക്കെയോ ചൊറിഞ്ഞ് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, അത് അവിടെ തന്നെ അങ്ങ് വെച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. പിന്നീട് നയനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇപ്പോഴത്തെ തലമുറ കണ്ടു പഠിക്കേണ്ടവരാണ് മുത്തശ്ശനും മുത്തശ്ശി എന്നൊക്കെ പറയാണ്. പിന്നീട് ഇങ്ങനെ മുത്തശ്ശൻ തല്ലിയ പാട് നന്നായിട്ട് കാണുന്നുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് ആദർശന് ചെറിയൊരു ചമ്മലാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശൻ തെറ്റ് ചെയ്താൽ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ അടിക്കാറുണ്ട്, അതിൽ എനിക്ക് വലിയ ഇതൊന്നുമില്ല എന്ന് പറയുമ്പോൾ, ഓ നിങ്ങളെല്ലാം കൊണ്ട് ഒരു ഒത്തൊരാണാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആദർശ് കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ ഒത്തൊരാനയാണല്ലോ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇതിപ്പോൾ ഇവിടെ ഞാനായോ എന്നൊക്കെ ആണായോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ കുടുംബജീവിതത്തിലും മാത്രമാണ് 0 എന്ന് പറയുന്നുണ്ട് നയന. അപ്പോൾ വന്ന് കയറുന്ന ഭാര്യമാർ 0 ആയ ഭർത്താവ് അതിനേക്കാട്ടിലും താഴെയാവും, മൈനസാവും എന്നൊക്കെ പറയാണ്. അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ നമ്മൾ ഒന്നിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഭാഗ്യം മുത്തശ്ശനും മുത്തശ്ശിയാണ്, ലോകത്ത് എവിടെയും ആർക്കും കിട്ടില്ല ഇങ്ങനെ ഒരു മുത്തശ്ശനെയും മുത്തശ്ശീനെയും എന്നൊക്കെ നയന പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ
പിന്നീട് അബിയാണെങ്കിലും റൂമിൽ ഭയങ്കര ദേഷ്യത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ പിറകെ തന്നെ നവ്യയും വരുന്നുണ്ട്. അപ്പോൾ നവ്യ വരുമ്പോൾ അബിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കണ്ടല്ലോ നിൻ്റെ അനിയത്തിയുടെ സാമർത്ഥ്യം, അവളും ആദർശേട്ടനും കൂടെ കള്ളം പറഞ്ഞ് പറയിപ്പിച്ചതാണ് മാനേജർമാരെ കൊണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സത്യമാണോ എന്ന് നവ്യയും ചോദിക്കുന്നുണ്ട് കേട്ടോ. സത്യമല്ലാതെ പിന്നെ ഞാൻ കള്ളം പറയുകയാണോ, എന്നാൽ നമുക്ക് മുത്തശ്ശനോട് തുറന്ന് പറഞ്ഞാലോ എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശനോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഇനി നേരത്തെ കിട്ടിയ പോലെ കരണത്ത് അടി വീഴുന്നല്ലാതെ ഒരു കാര്യമില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും ജലജ അവിടേക്ക് വന്നിട്ട് നവ്യനോട് ചോദിക്കുന്നുണ്ട്, നീയല്ലേ പറഞ്ഞത് നീ വന്ന് കയറിയത് കൊണ്ടും നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ഭാഗ്യം കൊണ്ടൊക്കെയാണ് അവനിങ്ങനെ ഒരു ഭാഗ്യം വന്നതെന്നൊക്കെയല്ലേ നീ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പം എന്തായി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം നിൻ്റെ അനിയത്തി എന്തായാലും നല്ല സാമർത്ഥ്യക്കാരിയാണ്, അവൾക്കുള്ളതിൻ്റെ പകുതി കഴിവ് പോലും നിനക്കില്ലല്ലോടി എന്നൊക്കെ പറഞ്ഞ് നവ്യനെ കുറേ അപമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് അബീനോടാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അബിയാണെങ്കിലും ജലജനോട് പറയുന്നുണ്ട് ഇങ്ങനെ ആദർശേട്ടനും ഒക്കെ ചതിച്ചതാണെന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് നവ്യനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അവന് MD സ്ഥാനം കിട്ടിയിരുന്നെങ്കിൽ നീ പറഞ്ഞ് നടന്നേനെ, നീ ശുക്രൻ ഉദിച്ച പെണ്ണാണെന്ന്, പക്ഷേ നീ ശരിക്കും ശനി പിടിച്ച പെണ്ണാടി എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യനെ കുറേ അപമാനിക്കുന്നുണ്ട്. ഇവൾക്ക് പകരം മറ്റൊരു പെൺകുട്ടിയാണ് ഇവിടേക്ക് വന്നിരുന്നെങ്കിൽ കുറച്ച് സ്വത്തെങ്കിലും കിട്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ അപമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് അബീനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കയ്യിൽ കിട്ടിയതായിരുന്നു ഇപ്പോൾ ആ MD സ്ഥാനം, അതും പോയി എന്നുള്ള ഇതിൽ സംസാരിച്ചിട്ട് ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. പിന്നീട് നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ വാക്കുകളൊന്നും എനിക്ക് കേട്ട് നിൽക്കാൻ പറ്റില്ല, ഞാൻ പ്രതികരിക്കും എന്ന് പറയാണ്. അപ്പോൾ അബിയാണെങ്കിലും ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്, നീ അങ്ങ് പോയി പ്രതികരിച്ചോ എന്ന് പറയാണ് കേട്ടോ. പിന്നീട് ഇങ്ങനെ നൈനയെ കുറിച്ചും പറയുന്നുണ്ട്, അവൾക്ക് ഭയങ്കര തലച്ചോറാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് എന്നെ ഇങ്ങനെ ഇട്ട് വട്ടം കറക്കാനേ പറ്റുള്ളൂ, അവളെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നവ്യാണെങ്കിൽ അവിടുന്ന് വാതിലടിച്ച് ദേഷ്യത്തോടുകൂടി പുറത്തേക്ക് അങ്ങ് പോവാണ്. പിന്നീട് നയന അവിടെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ നവ്യ അവിടെ വന്ന് പത്രം എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ചേച്ചിനെ ഞാൻ വിളിക്കാനിരിക്കുകയായിരുന്നു, ചേച്ചി കണ്ടല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, ഇനിയെങ്കിലും വയറ്റിലൊരു കുഞ്ഞില്ല എന്നുള്ള സത്യം തുറന്നു പറയാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അങ്ങനെ എൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതുകൊണ്ടാണ് ഇപ്പോൾ അബീനെ ഇവിടുന്ന് പുറത്താക്കുന്നതും പല കാര്യങ്ങളും പലരും ക്ഷമിക്കുന്നതും എന്ന് പറയുകയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും അറിയില്ലേ ഇതെന്ന് പറയുമ്പോൾ കള്ള എനിക്ക് സത്യമാക്കാനും അറിയാം, അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഇനിയിപ്പോൾ ഞാനും കൂടെ ഇവിടുന്ന് പുറത്തായാലും നിനക്കും നിൻ്റെ ഭർത്താവിനെ ഇവിടെ അങ്ങ് കയറി വിലസാലോ, ഈ വീടിൻ്റെ താക്കോലും കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അബിക്ക് കിട്ടിയ MD സ്ഥാനം നിൻ്റെ ഭർത്താവും കൂടി തട്ടിയെടുത്തില്ലേ എന്നുള്ളതിലൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ നവ്യയാണെങ്കിലും. അപ്പോൾ നവ്യയാണെങ്കിലും നാനിയാണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നവ്യയുടെ ചെവിയിൽ അതൊന്നും കയറില്ലല്ലോ. ചേച്ചി ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ഞാൻ തന്നെയാണെന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അത് ശരിയാണ്, നീ തന്നെയാണ്, പക്ഷേ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് കുഴപ്പമില്ലല്ലോ, വേറെ ഏതെങ്കിലും പെൺകുട്ടികൾ നല്ല സമ്പത്തുള്ള കുടുംബത്തിൽ നിന്ന് വന്നാൽ നീ വെറും അടുക്കളക്കാരിയായി ഒതുങ്ങി പോകുമെന്നുള്ളൊരു പേടി നിനക്കുണ്ട്, അതുകൊണ്ട് മാത്രമാണ് നീ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളതെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് എന്തായാലും ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും നവ്യ അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. എന്നിട്ട് പിന്നീട് നൈനിയാണെങ്കിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അബി തെറ്റ് ചെയ്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അബി അതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് പറഞ്ഞ് കയറ്റി കൊടുത്തുകൊണ്ട് തന്നെ നവ്യയ്ക്ക് അബി പറഞ്ഞതാണ് വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് നീ എന്തായാലും നിൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനം നേടിയെടുത്തല്ലോ, അതുപോലെ തന്നെ നീ അയാളെ വിശുദ്ധനാക്കിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ ഒരു കള്ളത്തരം ചെയ്യാത്ത ആൾ തന്നെയാണ്, ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആദർശിനെ കുറിച്ചാണ് നൈന പറയുന്നത്. അപ്പോൾ ആയിക്കോട്ടെ, നീ അങ്ങനെ പൊക്കി അയാളെ എവിടെ കൊണ്ട് എത്തിക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട് കളിയാക്കിക്കൊണ്ട്. എന്നിട്ട് എന്തായാലും എനിക്കൊരു അവസരം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് അങ്ങ് പോവാണ്. പിന്നീട് കനകയാണെങ്കിൽ ചന്ദ്രന് ചായയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചായ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഗോവിന്ദൻ വിളിക്കുകയാണ് കേട്ടോ, കനകയെന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അയാളെ വായിലെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് ചായയൊക്കെ അവിടെ വെച്ചിട്ട് വാതിലടിച്ച് അങ്ങ് പോകുന്നുണ്ട്. അപ്പോഴേക്കും ഗോവിന്ദനാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ എന്തൊക്കെയോ സൗണ്ട് കേട്ടിട്ടുണ്ടാവും, അപ്പോൾ ചോദിക്കുന്നുണ്ട് എവിടുന്ന് ഒരാൾ കരയുന്ന പോലെ തോന്നുന്നതെന്ന്. അപ്പോൾ ആ സമയത്ത് കനകയാണെങ്കിലും ഇങ്ങനെ അത് പൂച്ചയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഓരോ കള്ളങ്ങളൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും നന്ദു എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ഗോവിന്ദൻ. അപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് കനക നന്ദുവിനെ വിളിക്കുകയാണ്. അപ്പോഴേക്കും നന്ദു അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ നല്ല പഴുത്ത മാങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിനോട് പറയണം. അപ്പോഴേക്കും നന്ദു ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയോ എന്നൊക്കെ പറഞ്ഞിട്ട് കവർന്നൊരു മാങ്ങ എടുക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അത് മോൾക്കുള്ളതല്ല ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അനന്തപുരിയിലേക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, ഞാൻ ചേച്ചീനെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, അപ്പോൾ എന്തായാലും ഇനി മാങ്ങയായിട്ട് പോകാമെന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ട്, അത് നൈന മോൾക്ക് അല്ലല്ലോ ഇപ്പോൾ അവിടെ വിശേഷമുള്ളത്, നവ്യയ്ക്കല്ലേ. അപ്പോൾ നന്ദുവിന് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ, അവൾക്കാണെങ്കിൽ ഞാൻ കൊണ്ടു കൊടുക്കില്ല എന്നുള്ളതിൽ നന്ദു സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ പോയി നോക്കാം, ആരോ നിലവിളിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് നന്ദു പറയുമ്പോൾ വേണ്ട ഞാൻ പോയി നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് മോള് മാങ്ങയും കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് കനക പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവാണ് കേട്ടോ. ആ സമയത്ത് ഗോവിന്ദനോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് നന്ദുവിനോട്, ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്, അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അച്ഛനെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്, അത് ഭയങ്കര സങ്കടമാവും എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും കനക അവിടെ പോയിട്ട് ചന്ദ്രൻ്റെ വായിലെ സ്റ്റിക്കറൊക്കെ ശരിക്കും ഒട്ടിച്ചിട്ട്
പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്റ്റിക്കർ അഴിഞ്ഞ് പോയിരുന്നിട്ടാവും ഇങ്ങനെ അയാളിങ്ങനെ ഒച്ച ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ നിനക്ക് അടങ്ങി കിടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സ്റ്റിക്കറൊക്കെ നേരെ ഒട്ടിച്ചിട്ട് വാതിലടച്ച് പോരുകയാണ്. പിന്നീട് കനകയാണെങ്കിലും ഫോൺ എടുത്തുകൊണ്ടാണ് കേട്ടോ വരുന്നത്. അത് ഇതിൽ നിന്നാണ് ആ ശബ്ദം ഉണ്ടായത്. ഇതിൻ്റെ റിംഗ് ടോൺ മാറിയിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട് ആരതിൻ്റെ റിംഗ് ടോൺ മാറ്റിയതെന്ന്. അത് ഞാനിങ്ങനെ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അറിയാതെ എന്തൊക്കെയോ പ്രസ്സായതാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് നന്ദു ആണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവർക്ക് നമ്മൾ മാങ്ങയൊന്നും കൊണ്ടുകൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് പഴുത്ത മാങ്ങയും അതുപോലെ തന്നെ സ്വർണ്ണ മാങ്ങയൊക്കെ വാങ്ങിക്കാനുള്ളതുണ്ട് എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് അവർ രണ്ടുപേരും ഇങ്ങനെ അവിടെ ഇഷ്ടമില്ലാതെ കയറി ചെന്ന മരുമക്കളാണ്, അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ചെയ്ത് കൊടുക്കണം എന്നൊന്നുമില്ല, പ്രത്യേകിച്ചും അഭിന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ട്. ആ സമയത്ത് നന്ദു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നവ്യ ഇപ്പോൾ ഇവിടുന്ന് പോയതോടുകൂടി നമ്മളെയൊക്കെ മറന്നിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് അവൾ മറന്നാലും നമുക്ക് അങ്ങനെ മറക്കാനൊന്നും പറ്റില്ലല്ലോ, പിന്നീട് അവിടേക്ക് പോകുന്ന കാര്യം തന്നെ ഭയങ്കര റിസ്ക്കാണ് അനന്തപുരിയിലേക്ക് കയറുന്നതെന്ന് നന്ദു പറയുമ്പോൾ കനക പറയുന്നുണ്ട് അതൊന്നും ഇല്ല മോളെ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും അങ്ങോട്ട് പോയിക്കൂടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവളെന്തായാലും 7ാം മാസത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരുമല്ലോ, അപ്പോൾ നമ്മൾ അവിടേക്ക് അതുവരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് കനക പറയാണ് കേട്ടോ. പിന്നീട് എന്തായാലും ഇനിയിപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ അച്ഛനെ അവരെന്തെങ്കിലും പറഞ്ഞ് ഇതാക്കണ്ട, ഇനിയിപ്പോൾ എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് കുറച്ച് മനസ്സിന് കട്ടിയുള്ളതാണല്ലോ എന്നൊക്കെ പറയുന്നിട്ട് എന്തായാലും മാങ്ങയൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് നന്ദു ആണെങ്കിലും. പിന്നീട് ഗോവിന്ദനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ വാങ്ങി കൊടുക്കണമെങ്കിൽ ഇങ്ങനെ പലിശക്കാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കണം, ആ ചന്ദ്രൻ്റെ കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആധാരം വരെ കൈക്കലാക്കുമെന്ന് പറയാനുണ്ട്. അപ്പോൾ ആ സമയത്ത് കനകയാണെങ്കിലും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനി അവൻ ആരുടെ കയ്യിൽ നിന്നും ആധാരം ഒന്നും കൈക്കലാക്കില്ല എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുക. അപ്പോഴേക്കും ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് നീ എന്താ ആലോചിക്കുന്നതെന്ന്. അല്ല ഞാൻ ഗോവിന്ദേട്ടൻ പറഞ്ഞതാണ് ആലോചിച്ചത്. അപ്പോൾ ആ ചന്ദ്രന് ഇങ്ങനെ ഒരുപാട് പെണ്ണ് കേസൊക്കെ ഉണ്ട്, അവനിങ്ങനെ പെണ്ണുങ്ങളോട് മോശമായിട്ടൊക്കെ പെരുമാറുന്നൊക്കെ പറയുന്ന സമയത്ത് അത് ശരിയാണ്, അവൻ പെണ്ണുങ്ങളെ കാണുന്ന സമയത്ത് അവൻ്റെ ഒരു നോട്ടും ഭാവമൊക്കെ ഉണ്ടെന്ന് പറയാണ് ഗോവിന്ദനോടാണെങ്കിലും കനക. പിന്നീട് നന്ദു ആണെങ്കിൽ അനന്തപുരിയിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനന്തപുരിയിൽ കയറുന്ന സമയത്ത് ജലജയാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.